ഒരു തുണി പൊക്കി നോക്കുന്ന ഏർപ്പാടാണ് CPM ഷാഫിയുടെ കാര്യത്തിൽ ചെയ്തത്. അതായത് നേരിട്ട് മുട്ടാനുള്ള ത്രാണിയില്ല, നേരിട്ട് മുട്ടാനുള്ള ശേഷിയില്ല. അതായത് ഷാഫി പറമ്പിലിനെ പ്രകോപിപ്പിച്ച് ഒടുവിൽ ഷാഫി പറമ്പിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ സഖാക്കൾക്ക് നിക്കക്കളിയില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെമ്പാടും കണ്ടത്. ഈ വിജയത്തിൽ UDFന്റെ സുനാമി ആഞ്ഞടിച്ച ഈ ഗംഭീര വിജയത്തിൽ ഷാഫി പറമ്പിലിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല. അതായത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, VK ശ്രീകണ്ഠൻ, സന്ദീപ് വാര്യര്, അതുപോലെ തന്നെ അബിൻ വർക്കി ഒക്കെ അടങ്ങുന്ന ഒരു യുവനിര, ഇനിയും ഒരുപാട് നേതാക്കളുണ്ട്. ഒരു യുവനിര കോൺഗ്രസിൽ ശക്തമായി വരുന്നത് BJPക്കും CPMനും ഒരുപോലെ അലോസരമുണ്ടാക്കിയിരുന്നു. ഇത് കേരളം വലിയൊരു രാഷ്ട്രീയ വിജയാഘോഷത്തിന്റെ ആവേശത്തിലാണ്. നമുക്കറിയാം, പ്രചാരണ വേളയിലൊക്കെ ഒരുപാട് നേതാക്കൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രചാരണങ്ങളൊക്കെ നടത്തി. പക്ഷെ അതിലെടുത്തു പറയേണ്ടത് ഒരു ചെറുപ്പക്കാരനുണ്ട്, ആർക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. വടകരയുടെ സ്വന്തം MP ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തുടനീളം ഈ ഒരു പ്രചാരണ വേളകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. രാവും പകലുമില്ലാതെ തൻ്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്കും തൻ്റെ നേതാക്കൾക്കും വേണ്ടിയിട്ട് അങ്ങനെ 24 മണിക്കൂറും പാർട്ടിയിലും എല്ലാം സജീവമായിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടന്നത്. ഇപ്പോൾ പക്ഷേ അതിനിടയിലും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വെച്ചിട്ട്, ഈ ഒരു വർഗീയതയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു CPM സൈബർ ആക്രമണങ്ങളൊക്കെ നടന്നൊരു സമയത്ത് പോലും അതൊന്നും തളർത്തിയില്ല. പകരം ഒരു അതീവ കരുത്തുറ്റ ഒരു നേതാവായിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വലിയൊരു വിജയവും ഇപ്പോൾ നടന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു കാര്യം? രേഷ്മ, ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു പോസ്റ്റർ ഞാൻ കാണിക്കാം, അതിൽ വായിക്കാം: ജനഹൃദയങ്ങളിൽ കടന്നു കയറിയവർ ആളറിഞ്ഞു കറിക്കണമായിരുന്നു, ഒരു തുള്ളി ചോരയ്ക്ക് ഒരു ജില്ല തന്നെ കൊണ്ടുപോയവൻ എന്നാണ് ഷാഫി പറമ്പിലിൻ്റെ ചിത്രം വെച്ചിപ്പോൾ പ്രചരിക്കുന്ന ഒരു ഗംഭീര പോസ്റ്റ്. അതായത് ഷാഫി പറമ്പിലിനെ പ്രകോപിപ്പിച്ച് ഒടുവിൽ ഷാഫി പറമ്പിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ സഖാക്കൾക്ക് നിക്കക്കളിയില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെമ്പാടും കണ്ടത്. ഈ വിജയത്തിൽ UDFന്റെ സുനാമി ആഞ്ഞടിച്ച ഈ ഗംഭീര വിജയത്തിൽ ഷാഫി പറമ്പിലിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല. ഷാഫി പറമ്പിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. അതിൻ്റെ കൂടി ഗുണമാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ അനുഭവിക്കുന്ന ഈ വലിയ, അല്ലെങ്കിൽ അവർ നേടിയ ഈ വലിയ വിജയം. കാരണം ഷാഫി പറമ്പിലിന് വേണ്ടി പിടിവലിയായിരുന്നു. എത്രയെത്ര സ്ഥാനാർത്ഥികളുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണെന്നറിയോ, ഷാഫി പറമ്പിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ മൈലേജ് കിട്ടും, ഷാഫി പറമ്പിലിനെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഷാഫി പറമ്പിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന ഘടകമാകണം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ഷാഫി പറമ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ നടത്തിയ പ്രചാരണ സമയത്തും, അല്ലെങ്കിൽ ഈ വിജയാഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വന്നപ്പോഴും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ ജനത്തിരക്കാണ്. വെറും 100ഉം 1000ഉം ഒന്നുമല്ല, ആയിരക്കണക്കിന് ജനങ്ങളാണ്, UDFന്റെ അണികൾ, പ്രവർത്തകർ, പൊതുജനങ്ങളാണ് ഷാഫി പറമ്പിൽ ഒരു വേദിയിലെത്തിയാൽ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു റോഡ് ഷോയിൽ പങ്കെടുത്താൽ ഒഴുകിയെത്തുന്നത്. പേരാമ്പ്രയടക്കമുള്ള കൊത്തളങ്ങളിൽ, അതായത് ഒരിക്കലും UDFന് വിജയിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ UDFന് വിജയിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന പല കേന്ദ്രങ്ങളും പിടിച്ചെടുക്കാൻ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ അധ്വാനം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഷാഫി പറമ്പിൽ ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം, ഷാഫി പറമ്പിൽ ഏറ്റവും അധികം വേട്ടയാടലുകൾക്ക് വിധേയനായിട്ടുള്ള ഒരു യുവ കോൺഗ്രസ് നേതാവാണ് എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? വടകരയിൽ മത്സരിച്ചു, ടീച്ചറമ്മയെ തോൽപ്പിച്ചു. സഖാക്കളുടെ ദൈവമായി അവർ പാടിപ്പുകഴ്ത്തിയിരുന്ന, കൊറോണ ദൈവം എന്നൊക്കെയാണ് കളിയാക്കി വിളിക്കുന്നത് ആളുകൾ, അപ്പോൾ അത്തരത്തിൽ പാടിപ്പുകഴ്ത്തിയിരുന്ന ടീച്ചറമ്മയെ 8 നിലയിൽ പൊട്ടിച്ചു, അതും അതിദയനീയമായി പരാജയപ്പെടുത്തി. അതാണ് ഷാഫി പറമ്പിൽ ചെയ്ത കുറ്റം. രാഷ്ട്രീയപരമായി ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് TP ചന്ദ്രശേഖരൻ്റെ വധത്തെ, ആ അതിനിഷ്ഠൂര കൊലപാതകത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഓരോന്നും ഓർമ്മിപ്പിച്ച് ജനമനസ്സുകളിൽ ആ വികാരമുണർത്തി, ടീച്ചറമ്മയെപ്പോലൊരമ്മ TP ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തി വടകരയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയവനാണ് ഷാഫി. അത് വെറുതെ ഏതെങ്കിലും തരത്തിൽ മേനി നടിച്ചോ, ഗുണ്ടായിസം കാണിച്ചോ, അല്ലെങ്കിൽ പണമെറിഞ്ഞോ, അധികാരത്തിൻ്റെ ഹുങ്ക് കാണിച്ചോ ഒന്നുമല്ല. ജനങ്ങളിൽ ഒരുവനായി അവർക്കൊപ്പം ചേർന്ന് നിന്ന് ഓരോ കുടുംബത്തിലെയും ഒരു അംഗമെന്ന് തോന്നിപ്പിച്ച് അങ്ങനെ നേടിയെടുത്ത വിജയമാണ്. പറയുന്നത് മുഴുവൻ ന്യായമാണ്.
ഷാഫി പറമ്പിലിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ അറിയാം, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ചാട്ടുളി പോലെ എതിരാളികളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വടകരയിൽ ഷാഫി ജയിച്ചതോടുകൂടി കാഫർ സ്ക്രീൻഷോട്ട് വരുന്നു. അദ്ദേഹം ഒരു സുഡാപ്പിയാണ്, തീവ്രവാദിയാണെന്ന് BJP-ക്കാർ പറയുന്നതിനേക്കാൾ തീവ്രമായിട്ട് CPM-മാർ പറയാൻ തുടങ്ങി. പിന്നെ ഷാഫി പറമ്പിലിനെ എവിടെ കണ്ടാലും അറ്റാക്ക് ചെയ്യണമെന്ന മട്ടിലേക്ക് CPM-കാർ മാറി. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രകടനത്തിനെതിരെ പോലീസുകാർ ലാത്തി വീശി ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചത് നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫിയാണ് ഹെഡ് മാഷ്, ഷാഫി എപ്പോഴും ബാംഗ്ലൂർ പോണത് മറ്റേ പരിപാടിക്കായിരുന്നു എന്ന രീതിയിൽ പാലക്കാട്ടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒരു കഴിവ് കെട്ടവൻ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവനൊക്കെ എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ പാലക്കാട് CPM തുടർച്ചയായി 3-ാം സ്ഥാനത്ത് പോയില്ലായിരുന്നു. ഒരു തുണി പൊക്കി നോക്കുന്ന ഏർപ്പാടാണ് CPM-മാർ ഷാഫിയുടെ കാര്യത്തിൽ ചെയ്തത്. അതായത് നേരിട്ട് മുട്ടാനുള്ള ത്രാണിയില്ല, നേരിട്ട് മുട്ടാനുള്ള ശേഷിയില്ല. എന്നിട്ട് ഇതേപോലെ കുത്തിത്തിരിപ്പ് കുന്നായ്മയും പറഞ്ഞ് ആ മനുഷ്യരെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് CPM എല്ലായിടത്തും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്ത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ടർ TV എന്തോ കുറച്ച് ഓഡിയോ പുറത്തുവിട്ട സമയത്ത് വലിയ പ്രതിഷേധം CPM-ഓട് നടത്തി. ആ സമയത്ത് വടകരയിൽ വെച്ചിട്ട് ഷാഫി പറമ്പിലിൻ്റെ വാഹനം തടഞ്ഞു DYFI-ക്കാർ. ഷാഫി പറമ്പിൽ പുറത്തിറങ്ങിയിട്ട് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചോടുകൂടി എല്ലാവരും വിട്ടെറിഞ്ഞു ഓടി. അങ്ങനെ അടിക്ക് ശക്തമായി തിരിച്ചടി കൊടുത്തും പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് കുറിക്കുകൊള്ളുന്ന രീതിയിൽ പറഞ്ഞും ചരിത്രം ഓർമ്മിപ്പിച്ചും കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് അല്ലെങ്കിൽ അതിനുവേണ്ടി കൃത്യമായി പണിയെടുത്തും തന്നെ നേടിയ വിജയമാണ് ഷാഫി പറമ്പിലിൻ്റേത്. ആ വിജയം നേടിയ ഷാഫി പറമ്പിൽ, അപ്പോൾ വടകരയിൽ അത്രയും വലിയ വിജയം നേടിയ ഷാഫി പറമ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിൽ ഒരു മികച്ച നേതാവായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ ഉടനീളം അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ ബാലുശ്ശേരി, പേരാമ്പ്ര, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട് തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട സകലയിടങ്ങളിലും ടൈറ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന പല മണ്ഡലങ്ങളിലും ഷാഫി പറമ്പിൽ ഓടിയെത്തി സമയം ചെലവഴിക്കുകയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ നമ്മൾ ഒന്നുകൂടി പരിശോധിച്ചാൽ മതി. ഷാഫി പറമ്പിൽ എവിടെയുണ്ടോ അവിടെ അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് ഉണ്ടായത്. അത് CPM-കാർ ഷാഫി പറമ്പിലിനെ വേട്ടയാടി അതെല്ലാം പരാജയപ്പെട്ട് അതിനെല്ലാം ഷാഫി പറമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ചപ്പോൾ ജനങ്ങൾ ലക്ഷങ്ങൾ ഷാഫി പറമ്പിലിനൊപ്പം അണിനിരന്നതിൻ്റെ തെളിവാണ്. അതാണ് ഷാഫി പറമ്പിൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നിർണായകമായിട്ടുള്ള പാലക്കാട് എന്ന് പറയുന്നത്. അത് അതേപടി തന്നെ ഈ പറയുന്നത് പോലെ തന്നെ UDF-ന്റെ കരങ്ങളിലേക്ക് എത്തി. അപ്പോൾ രമേശ് പിഷാരടി അതിനു മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് തുടർച്ചയായിട്ട് ഞാൻ അവിടെ ചെയ്യും എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അപ്പോൾ പോലും വിശ്വസിക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൽ അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തെ അവിടുത്തെ ജനം ഒന്നടങ്കം വിശ്വസിക്കുന്ന രീതിയിലായിരുന്നില്ലേ അത്. അതുകൊണ്ട് തന്നെയല്ലേ ഇത്തവണയും അവിടെ ഈ ശോഭാ സുരേന്ദ്രനെ മറികടന്നുകൊണ്ട് രമേശ് പിഷാരടി ഒരു സിനിമാ നടൻ എന്നാണ് പലരും കളിയാക്കി പറഞ്ഞത്. പക്ഷേ അതിലുപരി അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ആ ഒരു ഷാഫി പറമ്പലിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു എഫക്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും ഈ പിഷാരടിയുടെ വിജയത്തിൽ. അല്ല, ഈ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് പാലക്കാട്ടെ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വലിയ തോതിലുള്ള ശത്രുത ഉണ്ടാകാനുള്ള കാരണം. അതായത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, VK ശ്രീകണ്ഠൻ, സന്ദീപ് വാര്യര്, അതുപോലെ തന്നെ അബിൻ വർക്കി ഒക്കെ അടങ്ങുന്ന ഒരു യുവനിര, ഇനിയും ഒരുപാട് നേതാക്കളുണ്ട്. ഒരു യുവനിര കോൺഗ്രസിൽ ശക്തമായി വരുന്നത് BJP-ക്കും CPM-നും ഒരുപോലെ അലോസരമുണ്ടാക്കിയിരുന്നു. അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതോടുകൂടി കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഉണർവും ഉന്മേഷവുമായിരുന്നു. അവർ സമരപരിപാടികളിലെല്ലാം വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒരു പുത്തൻ ഉണർവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുഴുവൻ ലഭിക്കുന്ന വിധത്തിലായിരുന്നു യുവ നേതാക്കളുടെ ഇടപെടൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ അടിച്ചു വീഴ്ത്തുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് ഏറെക്കാലമായി ഇവർക്ക് നേരെ പലതരത്തിലുള്ള ക്യാമ്പയിനുകളും CPM-ൻ്റെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിലാണ് ഇവരുടെ തലവൻ എന്ന നിലയ്ക്ക് ഷാഫി പറമ്പിലിനെതിരെ വർഗീയമായ സുഡാപ്പിയാണ്, തീവ്രവാദിയാണ് എന്ന മട്ടിലൊക്കെ BJP വലിയ പ്രചാരണങ്ങൾ നടത്തുന്നു. അത് CPM ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും അവരെ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടുകൂടി കാര്യങ്ങൾ മാറുന്നു.
രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന വീരനാണ് എന്ന് ആക്ഷേപം ഉയരുന്നു. അതിനുശേഷം ഷാഫി പറമ്പിലാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പറഞ്ഞ് ഈ നേതാക്കളെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് അടിക്കാനും അല്ലെങ്കിൽ കടന്നാക്രമിക്കാനും പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ കോൺഗ്രസിന്റെ ഗ്രിപ്പ് ഇല്ലാതാക്കാനുമാണ് BJPയും CPMഉം ശ്രമിച്ചത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലായിരുന്നു. യുവതികൾ പരാതി കൊടുക്കുന്നു, രാഹുലിനെതിരെ റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ വലിയ കടന്നാക്രമണങ്ങൾ വരുന്നു. പക്ഷെ പൊതുജനങ്ങൾ അപ്പോഴും രാഹുലിനെ വിശ്വസിച്ചിരുന്നു കേട്ടോ. എങ്കിലും ചാനലുകളുടെ കടന്നാക്രമണം, CPMന്റെ കടന്നാക്രമണം, BJPയുടെ കടന്നാക്രമണം, അത് രാഹുലിനെ പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഷാഫിയെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഷാഫിയാണ് രാഹുലിന്റെ ഹെഡ് മാഷ്, ഇതെല്ലാം ചെയ്യിച്ചത് ഷാഫിയാണെന്ന മട്ടിലായിരുന്നു ഇവരുടെ പ്രചാരണങ്ങൾ മുഴുവൻ. പക്ഷേ ഈ കേസുകൾ കോടതിയിലെത്തിയപ്പോൾ, രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇതിലെവിടെയും പോലീസോ ഈ അതിജീവിതകൾ എന്ന് പറയുന്ന ഇരകളോ അല്ലെങ്കിൽ യുവതികളോ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഷാഫി പറമ്പിലാണ് ഇതിന് പിന്നിലെന്നത് ഒരു ഭാവനാ സൃഷ്ടി മാത്രമായിരുന്നു CPMന്റെ. അതായത് ഷാഫി പറമ്പിലിനെ രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയാത്തതിലുള്ള ജാള്യത മറയ്ക്കാൻ, നാണക്കേട് മറയ്ക്കാൻ ആ പാവം നേതാവിനെ, ആ യുവ നേതാവിനെ പെണ്ണ് കേസുമായിട്ട് കൂട്ടിക്കെട്ടി കമ്പിക്കഥയുണ്ടാക്കി വിജയിക്കാൻ നോക്കുകയായിരുന്നു CPM. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ആ മാറിയ പണി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ CPM 3ാം സ്ഥാനത്തേക്ക് വീണ്ടും എടുത്തെറിയപ്പെട്ടു പാലക്കാട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ഒരു എഫക്റ്റും ഇല്ലായിരുന്നുവെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ട് പിന്തുണയില്ലായിരുന്നുവെങ്കിൽ ഈ രമേശ് പിഷാരടി വിജയിക്കില്ലായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും BJPയും CPMഉം പറയുന്നത് കേട്ട് പാലക്കാട് വോട്ടർമാർ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ അവർ പെണ്ണുപിടിയന്മാരാണ്, അവർ കുഴപ്പക്കാരാണ്, അവർ പ്രശ്നക്കാരാണ് എന്ന നിരന്തരമായ മാധ്യമ കഥകൾ, ആ കഥകളും ക്യാമ്പയിനുകളും പാലക്കാട്ടെ ജനങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നുവെങ്കിൽ രമേശ് പിഷാരടി 8 നിലയിൽ പൊട്ടുമായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ് MLA എന്ന നിലയിൽ, അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ MLA ആയിട്ടാണ് മണ്ഡലത്തിൽ വന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിലും സാങ്കേതികമായി കോൺഗ്രസ് ലേബലിൽ ജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മണ്ഡലത്തിന് വേണ്ടാത്തവനായിരുന്നുവെങ്കിൽ, ആ മണ്ഡലത്തിന് ജനങ്ങൾ രാഹുലിനെ ഏറ്റവും അധികം വെറുക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ CPMന്റെ BJPയുടെ ഒക്കെ ഭാഷ പ്രകാരം ജനങ്ങൾ രാഹുലിനെ വെറുത്തു, രാഹുലിൻ്റെ പിന്തുണച്ചക്കാരനായ പിഷാരടിയെയും വെറുക്കും, തോൽപ്പിക്കുമെന്നാണ് CPMഉം BJPയും ഒക്കെ മണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ രമേശ് പിഷാരടി ആകട്ടെ രാഹുലും ഷാഫിയും ചെയ്തതിൻ്റെ തുടർച്ച ഞാൻ ചെയ്യും എന്ന് സധൈര്യം പറഞ്ഞു. കാരണം പിഷാരടിക്ക് അറിയാം ആ മണ്ഡലത്തിൻ്റെ പൾസ് എന്താണെന്ന്. ഇതിന് എന്താണ് സംഭവിച്ചത്? രമേശ് പിഷാരടി അതിഗംഭീരമായി ജയിച്ചു കയറി. BJPയെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെയാണ് അവർ നിർത്തിയത്. അതുപോലെ പാലക്കാട്ട് NMR റസാഖിനെ നിർത്തിയത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ട് UDFിലേക്ക് പോകേണ്ട വോട്ടുകൾ LDFിലേക്ക് വരണമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ അതുകൊണ്ടൊന്നും UDFിനെ അവിടെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന് കാരണം ഒരു MLA എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി മണ്ഡലത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ആ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുലും ഷാഫിയും ഒക്കെ നടത്തിയതിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ അവരുടെ പദ്ധതികളുടെ തുടർച്ച കൃത്യമായി താൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന രമേശ് പിഷാരടിയെ ജനങ്ങൾ നെഞ്ചേറ്റിയത്. എന്തായാലും രമേശ് പിഷാരടിയുടെ വിജയത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരും എന്ന സൂചനകൾ നൽകിക്കൊണ്ട് വലിയ ആഹ്ലാദ പ്രകടനത്തിലും സന്തോഷ പ്രകടനത്തിലുമൊക്കെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലടക്കം പാർട്ടി ഒരു പുനഃപരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും രമേശ് പിഷാരടിയുടെ വിജയം, കോൺഗ്രസിനുണ്ടായ വലിയ മുന്നേറ്റം, അതൊക്കെ തെളിയിക്കുന്നത് കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അടങ്ങുന്ന ആ ഒരു യുവ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളൊന്നും ജനങ്ങൾ കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ്.